ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ചമ്മന്തിയുമായിട്ടാണ്. വഴുതനങ്ങ കൊണ്ടൊരു ചമ്മന്തിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. നോർത്ത് ഇന്ത്യൻസൊക്കെ ധാരാളമായിട്ട് പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതാണ്. ഞാനൊരു വഴുതനങ്ങ എടുത്ത് ഇഷ്ടപ്പെടുമോ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുള്ള അതിനെ നാലായിട്ട് കീറി അതിൻ്റെ അകത്ത് പുഴുവൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴുകി തുടച്ച് അല്പം വെളിച്ചെണ്ണയിലൊന്ന് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതെന്ന് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. മുക്കിപ്പൊരിച്ചതല്ല, ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ചൊന്ന് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുവാണ്. അതുപോലെ തന്നെ 4 വറ്റൽമുളകും വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് ഉപ്പ്, വെളിച്ചെണ്ണ, നാരങ്ങാനീര് എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാൻ അല്പം വിനാഗിരി പുളിക്ക് വേണ്ടി ചേർക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഇത് ചെയ്ത് നോക്കിയവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. എന്തായാലും ഞാനും ഒന്ന് ചെയ്ത് നോക്കുവാണ്. ഇതൊക്കെ ഒന്ന് ആദ്യം ഈ സവോളയും വറ്റൽമുളകും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കാം, പൊടിച്ച് മിക്സാക്കി എടുക്കാം. വറുത്ത് വെച്ച വറ്റൽമുളക് സവോളയിലേക്ക് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചിട്ടുണ്ട്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴുതനങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയായി നിൽക്കുവാണ്. ഇനി നമുക്ക് ഇവനെ ഇതിലേക്കിട്ട് ഒരുമിച്ചൊന്ന് മിക്സാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. അല്പം വിനാഗിരി ഒഴിച്ച് നമുക്കെടുക്കാം. വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. തൊലി കളഞ്ഞു വെച്ച വഴുതനങ്ങയും കൂടെ ആ ഉള്ളിക്കൂട്ടിലേക്ക് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ച് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് 2 തുള്ളി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. പുളി കൂടാതിരിക്കാൻ ഒരുപാട് ഒഴിച്ചില്ല ഞാൻ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ. ഇങ്ങനത്തെ കത്തിരി കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.